നിങ്ങൾക്ക് മരിക്കാൻ കൊതിക്കാമോ? ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം അത്ര പ്രയാസകരമായ ഒരു സംഗതിയേ അല്ല. മരിക്കാൻ അവന് കൊതിയാണ്. കാരണം ഈ കാലം അത്രയും അവൻ ചെയ്തു കൂട്ടിയ മുഴുവൻ സുഹൃതങ്ങളുടെയും സൽഫലങ്ങളിലേക്ക്, പ്രതിഫലങ്ങളിലേക്കുള്ള വാതിലാണ് യഥാർത്ഥത്തിൽ മരണം അവൻ്റെ മുമ്പിൽ തുറന്നു തരുന്നത്. പരിശുദ്ധ മാസം യാത്രയാവുകയാണ്. പക്ഷെ നമുക്ക് നേടിത്തന്ന നന്മകളെക്കുറിച്ചുള്ള ഓർമ്മകൾ വേണം. നമുക്ക് നോമ്പിൻ്റെ നന്മകൾ ഇനിയും വേണം. നോമ്പ് റമദാനോട് വിട പറഞ്ഞതുകൊണ്ട് അത് ഇല്ലാതാവുന്നില്ല. ഷവ്വാലിൽ തുടങ്ങണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ആരെങ്കിലും ഷവ്വാലിൻ്റെ നോമ്പിനെക്കുറിച്ച് റസൂലുള്ളാഹി മൻ സാമ റമദാന, ആര് റമദാനിൽ നോമ്പ് വെച്ചോ, വ അത്ബഅഹു സിത്തം മിൻ ഷവ്വാൽ, ഒരു 6 നോമ്പുകളെ അതിനോട് ചേർത്ത് വെച്ചോ, കാന കസിയാമി ദഹർ, കാലം മുഴുവൻ നോമ്പ് വെച്ചതിൻ്റെ ഗുണം അവന് കിട്ടിക്കൊണ്ടിരിക്കും. നോക്കൂ, റമദാൻ കഴിഞ്ഞു, വിട പറഞ്ഞു, റമദാൻ്റെ ഓർമ്മകളെ ഇനി കടന്നു വരരുതെന്ന് ആഗ്രഹിക്കുകയാണ് നമ്മൾ. അവിടെയാണ് ഷവ്വാലിൽ ഒരു 6 നോമ്പിലേക്ക് നാം മടങ്ങുമ്പോൾ റമദാൻ്റെ ലിങ്ക് പൊട്ടാതെ നാം കാത്തു സൂക്ഷിക്കുമ്പോൾ മുഴുവൻ ആ വർഷം മുഴുവനും റമദാൻ കിട്ടിയ ഗുണം അവന് കിട്ടുമെന്ന് റസൂലുള്ളാഹി. റമദാൻ്റെ അവസാന നിമിഷങ്ങളിൽ നാം എത്തി നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഓരോരുത്തരും ഈ റമദാൻ നമുക്ക് അല്ലാഹു ഒരു ഭാഗ്യമായി നമ്മുടെ മുമ്പിൽ കനിഞ്ഞേകിയെങ്കിൽ, ഈ റമദാൻ്റെ പേരിൽ നമുക്ക് ധാരാളം നന്മകൾ അല്ലാഹു തആല കൈമാറി തന്നുവെങ്കിൽ, പരിശുദ്ധമായ റമദാനിൽ പകലന്തിയോളം പട്ടിണിയിരുന്നു കൊണ്ടാണ് നമ്മൾ നോമ്പ് വെച്ചതെങ്കിലും ആ പട്ടിണിയുടെ ഓരോ നിമിഷങ്ങളെയും നമ്മുടെ ശരീരം പ്രയാസപ്പെടുമ്പോഴും മനസ്സുകൊണ്ട് നമ്മൾ ആസ്വദിക്കുകയും അനുഭവിക്കുകയുമായിരുന്ന പരിശുദ്ധമായ നോമ്പിൻ്റെ അനുഭൂതികളായിരുന്നു ഈ കഴിഞ്ഞ നാളുകളിൽ നാം എല്ലാവരും ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ പരിശുദ്ധമായ തറാവീഹിന് വേണ്ടി പകലന്തിയോളം നോമ്പ് വെച്ചിട്ട് ശരീരം തളർന്നു നിൽക്കുമ്പോൾ നമ്മൾ മടിയേതുമില്ലാതെ അള്ളാഹുവിൻ്റെ പള്ളിയിൽ പാഞ്ഞെത്തി കൃത്യസമയത്ത് തന്നെ വന്നു ചേർന്ന് 20 റക്അത്ത് നീണ്ടു നിൽക്കുന്ന ദീർഘമായ തറാവീഹ് നമസ്കാരത്തിൽ പങ്കുകൊണ്ടുകൊണ്ട് തറാവീഹിൻ്റെ അനുഭൂതി എന്ത് എന്ന് നമ്മെ അനുഭവിപ്പിച്ച പരിശുദ്ധമായ ഒരു മാസമാണ് നമ്മോട് വിട പറയുന്നത്. അതുപോലെ തന്നെ മറ്റു മാസങ്ങളിൽ നിന്ന് ഭിന്നമായി രാത്രി നമസ്കാരങ്ങളാണ് വിശ്വാസിയുടെ ഉള്ളുണർവ്, അതാണ് അവൻ്റെ ആത്മീയമായ ഉണർവ് എന്ന തിരിച്ചറിവ് പലപ്പോഴും നഷ്ടപ്പെട്ട് പാതിരാത്രികളിൽ നാം ദീർഘമായ ഉറക്കങ്ങളിൽ അഭിരമിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി രാത്രിയുടെ അവസാന യാമങ്ങളിൽ പകൽ നോമ്പ് വയ്ക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അത്താഴം കഴിക്കാൻ വേണ്ടി ഉണർന്ന് അത്താഴം വളരെ വേഗത്തിലും ധൃതിയിലും കഴിച്ചുകൂട്ടി വളരെ വേഗം അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് പോയി 2 റക്അത്തെങ്കിലും കുറഞ്ഞത്, സാധ്യമായവർ അതിലുമേറെയോ 4, 6, 8 ഒക്കെയായി വർദ്ധിപ്പിച്ച് പരിശുദ്ധമായ തഹജ്ജുദ് നമസ്കാരം നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ തേങ്ങിയ പവിത്രമായ ആത്മീയ അനുഭൂതി നമ്മുടെ ഉള്ളുകൊണ്ട് തൊട്ടറിഞ്ഞ രാവുകളായിരുന്നു പരിശുദ്ധമായ മാസം നമുക്ക് തന്നത്. അതുപോലെ തന്നെ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൻ്റെ പാരായണത്തിൻ്റെ ശീലുകൾ നമ്മുടെ നാവുകളിൽ നിന്ന്, അധരങ്ങളിൽ നിന്ന് അടർന്ന് പള്ളിയുടെയും ഗ്രഹങ്ങളുടെയും വീടുകളുടെയും അന്തരീക്ഷങ്ങളിൽ അലയൊലി തീർത്ത മനോഹരമായ ദിനരാത്രങ്ങളായിരുന്നു പരിശുദ്ധ മാസം നമുക്ക് സമ്മാനിച്ചത്. അതുപോലെ പലരും പലതായി ചെതറിപ്പോകുന്നൊരു ലോകത്ത് നാട്ടുകാരും നാട്ടുകാരല്ലാത്തവരും സ്വദേശികളും വിദേശികളുമായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവരും തങ്ങളുടെ അള്ളാഹുവിന് വേണ്ടി ഒരുപോലെ, എല്ലാവരുടെയും ഒരുപോലത്തെ നാഥനായ ഖാലിഖായ സൃഷ്ടാവായ റബ്ബിന് വേണ്ടി ആരുമറിയാതെ നോമ്പ് വെച്ചിട്ട് എവിടെ നിന്നോ വന്നു ചേർന്ന വിദേശികൾ പോലുമായ സഹോദരങ്ങളോടൊപ്പം ചേർന്നിരുന്ന് 100 കണക്കിന് ആളുകൾ ഒന്നിച്ചിരുന്ന് ഇഫ്താർ നടത്തിയ നോമ്പ് തുറന്നതിൻ്റെ അങ്ങേയറ്റത്തെ ആനന്ദം പ്രദാനിച്ച വളരെ മനോഹരമായ ദിനരാത്രങ്ങളൊക്കെയായി പരിശുദ്ധമായ റമദാൻ ജീവിതത്തിൻ്റെ അർത്ഥങ്ങളെ പരിപൂർണമായും മറ്റൊന്നാക്കി അട്ടിമറിച്ച,
അത്ഭുതകരമായ ജീവിത വ്യതിയാനത്തിൻ്റെ പുതിയ തീരങ്ങളിലൂടെ മാനവരാശിയെ നാം ഓരോരുത്തരെയും വഴി നടത്തിയ പരിശുദ്ധമായ റമദാൻ മാസം നമ്മളോട് ഇന്ന് വിട പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടത്, അല്ലാഹുവേ, എത്ര മനോഹരമായിരുന്നു. ഈ നാട്ടിലെന്നല്ല എല്ലാ നാടുകളിലും തിന്മകൾ പരിപൂർണമായും റോഡൊഴിഞ്ഞു പോയ, നാടൊഴിഞ്ഞു പോയ പവിത്രമായ ദിനരാത്രങ്ങൾ സമ്മാനിച്ച ഈ മാസം അല്ലാഹ്, അതുപോലെ തന്നെ ലോകമെമ്പാടുമുള്ള വിശ്വാസി സഹോദരങ്ങൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഹറം ഷരീഫിൽ ദശലക്ഷങ്ങളായി തമ്പടിച്ച് അവിടെ തിങ്ങി വിങ്ങി നിന്ന് തിരിയാൻ ഇടമില്ലാത്ത ആ വീർപ്പുമുട്ടലുകളെ അള്ളാഹുവിന് വേണ്ടിയുള്ള ആരാധനകളുടെ മഹിമയിൽ ആസ്വദിച്ച പവിത്രമായ ദിനരാത്രങ്ങൾ പരിശുദ്ധ ഹറമിൽ കടന്നു പോവുകയായിരുന്നു. അങ്ങനെയെല്ലാമുള്ള പരിശുദ്ധമായ ഒരു മാസം അല്ലാഹു തആല നമുക്ക് തന്നപ്പോൾ ഈ ഇരിക്കുന്ന എൻ്റെ മുഴുവൻ സഹോദരങ്ങൾക്കും ഒരുപോലെ അറിയാം, റമദാന് മുമ്പുള്ള ദിവസങ്ങളിൽ നാം ചിന്തിച്ച, നാം പറഞ്ഞുപോയ, നാം ചെയ്തു പോയ തെറ്റുകളോ കുറ്റങ്ങളോ ഒന്നും നമ്മളിൽ പലപ്പോഴും ചിന്തയിൽ പോലും നാവിൽ നമ്മുടെ ശരീരാവയവങ്ങളിൽ കയറി വരാൻ അനുവദിക്കാതെ അകലെ അകലെ മാറി നിൽക്കുകയായിരുന്നു. നമ്മോടടുക്കാൻ, നമ്മുടെ ചിന്തകളിൽ അരുതായികകൾക്ക് ഇടം നൽകാൻ, നമ്മുടെ നാവുകളിലേക്ക് ദുർവാക്കുകൾക്ക് ഇടം നൽകാൻ, പ്രവേശനം നൽകാൻ, അതുപോലെ തന്നെ നമ്മുടെ ശരീര അവയവങ്ങൾ ദുഷ്കൃത്യങ്ങൾക്ക് ഒരു വേദിയാകാൻ അനുവദിക്കാതെ നമ്മൾ പരിപൂർണമായും അകറ്റി നിർത്തിയ എത്രയോ ഉത്തമമായ, ഉദാത്തമായ, മാനസിക ആനന്ദത്തിൻ്റെ, ഉല്ലാസത്തിൻ്റെ പരമപവിത്രമായ വിമലമായ നാളുകളിലൂടെയാണ് ഈ പരിശുദ്ധമായ റമദാൻ നമ്മളെ കൈപിടിച്ച് നടത്തിയത് എന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കുമ്പോൾ, ഇതാണ് യഥാർത്ഥത്തിൽ നമ്മളിൽ നിന്ന് പരലോകയാത്ര ചെയ്തുകൊണ്ട് ഓരോ ദിവസവും പരലോകത്തോട്, ആഖിറത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന നമുക്ക് ഈ മാറ്റങ്ങളാണ് നമ്മുടെ ഉള്ളറകളിൽ, നമ്മുടെ അന്തരംഗങ്ങളിൽ ഉളവാകേണ്ടത് എന്ന് അള്ളാഹു മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, അള്ളാഹു അഭിലഷിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ ആ പ്രതീക്ഷയ്ക്കൊത്തുയർന്ന് നമുക്ക് ഒരു മാസത്തോളം കഴിഞ്ഞുകൂടാൻ അള്ളാഹു നൽകിയ അസുലഭമായ ഈ സൗഭാഗ്യം നമ്മളോട് വിട പറയാൻ അടുത്ത ദിവസങ്ങളിലാണ് നമ്മളെല്ലാവരും. നമ്മൾ ഓരോരുത്തരും പുനർവിചിന്തനം നടത്തണം. അള്ളാഹുവേ, ഇതുപോലൊരു റമദാൻ ഇനി ഈ ആനന്ദങ്ങളെ, ആസ്വാദനങ്ങളെ, താൽക്കാലിക സുഖാനുഭൂതികളുടെ മാസ്മരികമായ പളപളപ്പിൽ പലപ്പോഴും മയങ്ങി ജീവിതത്തിൻ്റെ യഥാർത്ഥ സന്തോഷം എന്തെന്ന് തിരിച്ചറിയാൻ കഴിയാതെ തിന്നും കുടിച്ചും രമിച്ചും നിയന്ത്രണമില്ലാതെ ജീവിച്ചും ജീവിതം പലപ്പോഴും താറുമാറായിപ്പോയ ഞങ്ങൾക്ക് ജീവിതത്തെ വളരെ കൃത്യമായ ഒരച്ചടക്കത്തിൻ്റെ ചട്ടക്കൂടിലേക്ക് പിടിച്ചു കെട്ടാൻ ഒരധികാര കേന്ദ്രത്തിൻ്റെയും പിന്തുണയില്ലാതെ, ഒരു രാഷ്ട്രശക്തിയുടെയും പിന്തുണയില്ലാതെ, മറ്റ് ഏതെങ്കിലും ഭൗതിക ശക്തികളുടെ പിന്തുണയില്ലാതെ ഞങ്ങളെ പ്രേരിപ്പിച്ച ഞങ്ങളുടെ വിശുദ്ധ അതിഥി, നീ ഞങ്ങളിലേക്ക് അയച്ച പരിശുദ്ധമായ റമദാൻ എന്ന വിശുദ്ധ അതിഥി അള്ളാഹുവെ, നിന്നിലേക്ക് മടങ്ങുമ്പോൾ ഇനി അങ്ങനെ ഒരു റമദാൻ ഞങ്ങൾക്ക് കൈവരുമോ? ഇനിയും അതുപോലൊരു മാസം ഈ ആനന്ദങ്ങളെ, ഈ സന്തോഷത്തെ, ഈ ആത്മീയ അനുഭൂതിയെ, ഉണർവുകളെ വീണ്ടും ഒരിക്കൽ കൂടി ഈ ഭൂമിയിലിരുന്നു കൊണ്ട് ആസ്വദിക്കാൻ ഇനിയും നമുക്കുണ്ടാകുമോ എന്ന ആലോചനയിലായിരിക്കണം നമ്മൾ ഓരോരുത്തരും. ഈ ലോകത്ത് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ ഒരു വിശ്വാസിയുടെ ആനന്ദമാണ് റമദാൻ. റമദാനെ ശരിയായ വിധത്തിൽ ഉൾക്കൊള്ളുകയും റമദാനിൽ നോമ്പ് വെക്കേണ്ടതുപോലെ വയ്ക്കുകയും തറാവീഹ് നിസ്കരിക്കേണ്ടതുപോലെ നിസ്കരിക്കുകയും ജമാഅത്ത് നമസ്കാരം ഒന്നുപോലും മുടക്കാതിരിക്കാൻ വേണ്ടി ബദ്ധശ്രദ്ധനാവുകയും ചെയ്ത ഓരോ വിശ്വാസിയും അത് എത്രമാത്രം ആനന്ദത്തോടെ അനുഭവിച്ചിട്ടുണ്ട് എന്ന് ഓരോരുത്തരുടെയും മനസാക്ഷി തന്നെ നമ്മോട് പറഞ്ഞു തരുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അങ്ങനെ ആകാൻ കഴിയാത്ത ആളുകൾക്കാണ് എന്താണ് യഥാർത്ഥത്തിൽ റമദാൻ നമുക്ക് തന്നത് എന്ന് ശരിയായ ഉത്തരമില്ലാതെ അവരിപ്പോഴും കഴിയുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, മരണമെന്ന് പറയുന്ന ആ ഓർമ്മകൾ നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം. മരണചിന്തയില്ലാത്തതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുരന്തമെന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറയുകയുണ്ടായി. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ, ധാർമ്മികതയുണ്ടെങ്കിൽ,
അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, ജൂത സമൂഹത്തോട് നിങ്ങൾ അള്ളാഹുവിൻ്റെ ആളുകളാണ് എന്ന നിങ്ങളുടെ അവകാശവാദം സത്യമാണെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിൻ്റെ ആളുകളാണെന്ന നിങ്ങളുടെ അവകാശവാദം സത്യമാണെങ്കിൽ, ഫതമന്നവുൽ മൗത ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ സത്യസന്ധതയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മരിക്കാൻ കൊതിക്കാമോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. നിങ്ങൾക്ക് മരിക്കാൻ കൊതിക്കാമോ? ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം അത്ര പ്രയാസകരമായ ഒരു സംഗതിയേ അല്ല. മരിക്കാൻ അവന് കൊതിയാണ്. കാരണം ഈ കാലം അത്രയും അവൻ ചെയ്തു കൂട്ടിയ മുഴുവൻ സുഹൃതങ്ങളുടെയും സൽഫലങ്ങളിലേക്ക്, പ്രതിഫലങ്ങളിലേക്കുള്ള വാതിലാണ് യഥാർത്ഥത്തിൽ മരണം അവൻ്റെ മുമ്പിൽ തുറന്നു തരുന്നത്. അള്ളാഹുവിൻ്റെ ലിഖാഇന് വേണ്ടിയുള്ള കവാടം തുറക്കപ്പെടുകയാണ്. അതുപോലെ തന്നെ അൽയൗമ അൽഖൽ അഹിബ്ബത മുഹമ്മദൻ വ ഹിസ്ബ, മഹാനായ ബിലാൽ ഹബിഷി റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ, മരണത്തെ മുഖാമുഖം കാണുന്ന ബിലാൽ റളിയല്ലാഹുവിനെ കുറിച്ച് വിലപിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞുവല്ലോ, പ്രിയപ്പെട്ടവളെ, നീ എന്തിനെന്നെ ഓർത്ത് വിലപിക്കണം? ഇന്നല്ലേ എൻ്റെ ആ മഹാസന്തോഷത്തിൻ്റെ സുദിനം. അൽയൗമ അൽഖൽ അഹിബ്ബ, ഞാൻ ഇന്നെൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരെ മുട്ടുന്ന ദിവസമല്ലേ. മുഹമ്മദൻ വ ഹിസ്ബ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സംഘത്തെയും ഞാൻ ഇന്നല്ലേ കണ്ടുമുട്ടുക. നീ എന്തിനെന്നെക്കുറിച്ച് ഓർത്ത് വിലപിക്കണമെന്ന് മഹാനായ ബിലാൽ പറഞ്ഞതുപോലെ, ആ മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ, മരണത്തെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷകൾ, മരണം നമുക്ക് സമ്മാനിക്കുന്ന വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള ആലോചനകൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ റമദാൻ ഇനിയും വരുമോ എന്നത് നമ്മുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന, ഉള്ളുലയ്ക്കുന്ന ഒരു ഓർമ്മയായിരിക്കും. അള്ളാഹുവേ, ഓരോ റമദാനും എൻ്റെ പരലോകത്ത് എനിക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന എത്രയോ വലിയ അനുഗ്രഹങ്ങളാണ്. ഓരോ റമദാനും നമുക്ക് വേണ്ടി അതിഥിയായി കാത്തു നിന്നുകൊണ്ട് നമ്മളെ ആശീർവദിക്കാൻ വേണ്ടി മഹേശ്വറിൽ സ്വർഗ കവാടങ്ങളിൽ കാത്തു നിൽക്കുന്ന റമദാൻ അടക്കം നമുക്ക് വേണ്ടി ആതിഥ്യമരുളാൻ കാത്തിരിക്കുന്ന പരലോകത്തെക്കുറിച്ച് ഒരു മുഅ്മിനിന് വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റമദാൻ അവന് നഷ്ടം തന്നെയായിരിക്കും. റമദാൻ്റെ ആ നഷ്ടബോധങ്ങളിലാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ കഴിഞ്ഞുകൂടുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അതുകൊണ്ട് പറയാനുള്ളത്, ഈ റമദാനിൽ നാം ആർജിക്കാൻ ശ്രമിച്ചത് തഖ്വയാണ്. അള്ളാഹുവിനോട് നമ്മുടെ മനസ്സടുപ്പമുള്ളതാക്കി തീർക്കാൻ. വൃത്തികേടുകളാൽ കുത്തിനിറയ്ക്കപ്പെട്ട മനസ്സ് അതിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവിൽ നിന്ന് അകന്നുപോയതിനെ തിരിച്ചു പിടിക്കാനുള്ള തീവ്രയജ്ഞ പരിപാടിയിലായിരുന്നു നമ്മൾ. എല്ലാ മനോമാലിന്യങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സിനെ മുക്തമാക്കാൻ നമ്മൾ ബദ്ധശ്രദ്ധരായിരുന്നു. അഹങ്കാരത്തിൻ്റെ പൊടി പോലും കടന്നു വരാതെ, അഹന്തയ്ക്ക് ഇടം നൽകാതെ, അസൂയ ആരോടും തോന്നിയിട്ടില്ലെന്നുറപ്പ് വരുത്തി, പകയും വെറുപ്പും പ്രതികാര ചിന്തയും മനസ്സിൻ്റെ ഏതെങ്കിലും കോണിൽ കടന്നു വന്നിട്ടില്ലെന്നുറപ്പാക്കിക്കൊണ്ട്, അങ്ങനെയുള്ള മനസ്സുകളും അള്ളാഹുമായി ഒരു തര ബന്ധവും സ്ഥാപിതമാവുകയില്ലെന്ന തിരിച്ചറിവിൽ എൻ്റെ അള്ളാഹുവും ഞാനുമായി ബന്ധം സ്ഥാപിക്കാൻ വിഘാതം നിൽക്കുന്ന ഈ മനോരോഗങ്ങളെ, ഈ മാനസിക രോഗങ്ങളെ അതിജീവിക്കാൻ വേണ്ടിയുള്ള ബദ്ധപ്പാടിലായിരുന്നു നമ്മൾ. ആ ബദ്ധപ്പാടിൻ്റെ പേരാണ് തഖ്വ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈ പരിശുദ്ധ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത് തഖ്വ തുടരുക എന്നുള്ളതാണ്. തഖ്വ എന്ന് പറയുന്നത് ഒരു സീസൺ പ്രോഗ്രാമല്ല. തഖ്വ എന്ന് പറയുന്നത് എപ്പോഴത്തേക്കെങ്കിലുമുള്ള ഒരു സീസൺ പരിപാടിയല്ല. തഖ്വ ജീവിതാന്ത്യം വരെ നമുക്ക് മുറുകെ പിടിക്കാനുള്ളതാണ്. ഒമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അള്ളാഹു പറയുന്നത് തഖ്വ ചെയ്താലുള്ള ഗുണം. പടച്ചവൻ പറയുന്നത് ഒമൻ യത്തഖില്ല, ആര് അള്ളാഹുവിനെ സൂക്ഷിച്ചുവോ, ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ, സാമൂഹികവും വൈയക്തികവുമായ, സാമ്പത്തികവും സദാചാരപരവുമായ എല്ലാ മേഖലകളിലും ആര് അള്ളാഹുവിൻ്റെ നിയമത്തെ സൂക്ഷിച്ചുവോ, ഒമൻ യത്തഖില്ല, എന്ത് കിട്ടും? അള്ളാഹു പറയാണ്, യജ്അൽ ലഹു മഖ്റജ, അവൻ ഇപ്പോൾ ഏത് പ്രയാസത്തിൽ, പ്രതിസന്ധിയിലാണോ അതിൽ നിന്ന് അള്ളാഹു മോചനം നൽകും. എക്സിറ്റാണ്. അതിൽ നിന്ന് അള്ളാഹു അവനെ പുറത്തേക്ക് വിടും. എന്താണ് പ്രശ്നമെങ്കിലും തഖ്വ ശരിയായ രൂപത്തിൽ ഉണ്ടായാൽ
അതിൽ നിന്ന് അല്ലാഹു യജ്അൽ ലഹു മഖ്റജ, മോചനം നൽകും. പ്രശ്നങ്ങളായി, പ്രയാസങ്ങളായി, പലതിൻ്റെയും പേരിൽ കുരുങ്ങിക്കിടക്കുകയാണ് നമ്മൾ. അല്ലാഹു പറയുകയാണ്, ഒരു പ്രയാസവും വേണ്ട, ഒന്നിനെക്കുറിച്ചും ഒരാശങ്കയും വേണ്ട, തഖ്വ മാത്രം മതി. വമൻ യത്തഖില്ലാഹ് യജ്അൽ ലഹു മഖ്റജ. ആ പ്രശ്നത്തിന് പരിഹാരമാണ് തഖ്വ. അതെന്തുമാകട്ടെ, ഞാനൊന്നും എണ്ണി പറയുന്നില്ല. എല്ലാ പ്രശ്നത്തിനും തഖ്വ, അള്ളാഹുവിൻ്റെ നിയമത്തെ സൂക്ഷിച്ചു എന്ന് ഉറപ്പുവരുത്തുക പരിഹാരമാണ്. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ അറിയാത്ത വിധം അവൻ്റെ ഉപജീവന മാർഗങ്ങൾ തുറന്നു കിട്ടും. എല്ലാം അടഞ്ഞുപോയി, എല്ലാം മുടങ്ങിപ്പോയി എന്ന ആശങ്കകളിൽ കഴിയുന്ന അവന് അള്ളാഹു വഴികൾ അവനറിയാതെ മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ്റെ എല്ലാ കാൽക്കുലേഷനുകൾക്കും അപ്പുറത്ത്, കണക്കുകൂട്ടലുകൾക്കപ്പുറത്ത് ഉപജീവന വഴികൾ തുറന്നു കിട്ടുക തഖ്വയുടെ സമ്മാനമാണ്. ആ തഖ്വ സീസണല്ല, അതെപ്പോഴത്തേക്കുമുള്ളതാണ്. അതെവിടെ കൈവിടുന്നുവോ അവിടെയാണ് പ്രതിസന്ധികൾ രൂപപ്പെടുന്നത്. അതുകൊണ്ട് പരിശുദ്ധ റമളാൻ നമുക്ക് നേടിത്തന്ന ഈ വിശുദ്ധി, പ്രിയപ്പെട്ടവരെ, പകലന്തിയോളം പൊരിഞ്ഞ വിശപ്പിനിടയിലും രുചിയുള്ള ഭക്ഷണം മുമ്പിലുണ്ടായിട്ട് അത് തൊടാഞ്ഞ നമുക്ക് ഒരു സൂക്ഷ്മത കൈവന്നിട്ടുണ്ട്. നമുക്കിനി ഒരു നിഷിദ്ധ വസ്തു നമ്മുടെ മുമ്പിൽ ഭക്ഷണമായി വന്നാൽ അത് ഈ 30 ദിവസവും അത് വേണ്ടെന്ന് വെച്ച നമുക്ക് അത് കഴിക്കാൻ ഇനിയാകുമോ? ആവുകയില്ലാത്ത വിധം നമ്മെ ഈ മാസം മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. പൊരിഞ്ഞ വെയിലത്ത് കൊടും ദാഹത്തിലും രുചികരമായ വെള്ളം മുമ്പിലിരുന്നിട്ട് 30 ദിവസവും തൊടില്ലെന്ന് തീരുമാനിച്ചവൻ കള്ളു കുടിക്കുമോ റമദാൻ കഴിഞ്ഞിട്ട്? ഇല്ല സഹോദരങ്ങളെ. പരിശുദ്ധ റമദാനിൽ നോമ്പ് വെച്ച ആരും റമദാൻ കഴിഞ്ഞിട്ട് കള്ളു കുടിച്ചിട്ടില്ല. ഈ സമുദായം ഇന്ന് കള്ളുകുടിയന്മാരുടേതാണെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ അവർ റമദാനിൽ നോമ്പ് വെച്ചിട്ടില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്. റമദാനിൽ നോമ്പ് വെച്ചിട്ടില്ല. 30 ദിവസവും പൊരിവെയിലത്ത് നല്ല പാനീയങ്ങൾ മുമ്പിലുണ്ടായിട്ട് കൈനീട്ടി തൊടാത്ത, ഒരു തുള്ളി നുണയാത്ത നാം റമദാൻ കഴിഞ്ഞ് കള്ളു കുടിക്കുമെന്നോ? തൻ്റെ പ്രിയപ്പെട്ട ഇണയോടുപോലും ഇഷ്ടം പ്രകടിപ്പിക്കാതെ അള്ളാഹുവിനെ ഭയന്ന് വീടിൻ്റെ ഏകാന്തതകളിൽ വിട്ടുനിന്നവൻ പെണ്ണ് പിടിക്കുമെന്നോ പുണ്യ റമദാൻ കഴിഞ്ഞ്? ഈ സമുദായത്തെക്കുറിച്ച് ആർക്കാണത് പറയാൻ ധൈര്യമുള്ളത്? ഇല്ല. ഈ മാസം നമുക്ക് നേടിത്തന്ന ഈ തഖ്വയുണ്ടല്ലോ, ഇത് നമ്മെ ആകെ ആമൂലാഗ്രം ഉടച്ചു വാർത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഈ 30 നാളുകളുടെ പരിശീലനം അതിനാണല്ലോ തന്നത്. 3 ദിവസമല്ലല്ലോ, അത് 10 ദിവസമല്ലല്ലോ, ആ 30 ദിവസം. അതുകൊണ്ട് നമുക്കിത് നേടിത്തന്ന, അള്ളാഹുവിൻ്റെ പാതയിലേക്ക് നമ്മെ വലിച്ചു ചേർത്ത, നാം ഇനി പിശാചിൻ്റെ പാതയിൽ കുഴിയിൽ വീണുപോകാതെ നോക്കുക എന്ന ദൗത്യമാണ് നമുക്കുള്ളത്. എല്ലാം കിട്ടി എന്ന ഒരു ലളിതവൽക്കരണം, ലാഘവബോധം നമ്മുടെ മനസ്സിൽ വന്നാൽ നമ്മൾ വീണ്ടും പഴയതിലേക്ക് മടങ്ങാനിടയുണ്ട്. അതുകൊണ്ട് കിട്ടിയതൊരു നിധിയാണ്, ഒരാർജവമാണ്, ഒരു പിടിച്ചു നിൽപ്പാണ്, ഒരു നിയന്ത്രണ ബോധമാണ് എന്ന് നമുക്കുണ്ടെങ്കിൽ ഇപ്പോൾ മനുഷ്യത്വത്തിലേക്ക്, മൃഗീയതയിൽ നിന്ന് നാം തിരിച്ചു വന്നവരാണ്. ഇനി മടങ്ങരുത് നാം ഒരിക്കലും മൃഗീയതയിലേക്ക്. അതുപോലെ തന്നെ ദുനിയാവിൻ്റെ മോഹങ്ങൾ മാടി വിളിച്ചപ്പോൾ നോ പറയാൻ, ഗുഡ് ബൈ പറയാൻ കിട്ടിയ ഈ തൻ്റെ ഇടമുണ്ടല്ലോ, അത് ദുനിയാവ് മാടി വിളിക്കുമ്പോൾ അതിന് നേരെ നാം ഇനി നമ്മുടെ ഈ ആർജവം കൈവിടിയരുത്. എങ്കിൽ നാം ഈ ലോകത്ത് വിപ്ലവം തീർക്കുന്ന ഒരു അത്ഭുത ജനതയായി പരിണമിക്കും, സംശയമൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, പക്ഷേ റമദാൻ അവസാനിക്കുന്നതോടുകൂടി നമ്മുടെ ഇടയിൽ ഇന്ന് വന്നതെന്താണ്? നമ്മുടെ ജീവിതത്തിൽ അതിഥിയായി വന്ന് നമ്മുടെ ജീവിതത്തിന് വലിയ ബർക്കത്തും മാർഗദർശനവും നൽകി നമ്മെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ട് നടന്ന ഒരു വിശിഷ്ടനായ സുഹൃത്തിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവൻ പൊടുന്നനെ നമ്മളെ കൈവിട്ടു പോകുമ്പോൾ വേദനിക്കാതിരിക്കാൻ ഏത് മനസ്സിനാണാവുക? ഈ കിട്ടിയതൊക്കെ നന്മയായിരുന്നു എന്ന് നാം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നഷ്ടപ്പെട്ടു പോകുന്നത് നമുക്ക് ഓർക്കാൻ പോലും ആവാത്തതാണ്. പക്ഷേ നാം ഇന്ന് റമദാൻ അങ്ങ് കഴിയുന്നതോടുകൂടി പെരുന്നാൾ ആഘോഷത്തിൻ്റെ നിറവിലേക്ക് നമ്മൾ ഓരോരുത്തരും നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നതോടുകൂടി
നമ്മൾ അണിഞ്ഞൊരുങ്ങാനുള്ള വ്യഗ്രതകളിൽ പർച്ചേസിന് ഷോപ്പിംഗ് മാളുകളിലേക്ക് നാം പോകുമ്പോൾ പള്ളികളിൽ കഴിഞ്ഞുകൂടിയ ഓർമ്മകൾ നമുക്ക് അവിടെ വെച്ച് നഷ്ടമാവുകയാണെങ്കിൽ അവിടെ നാം നമ്മുടെ റമദാനിനോട് നാം നന്ദികേട് നിന്ന് കാണിച്ചിരിക്കുന്നു. റമദാനെ നാം ചവിട്ടിയാണ് പുറത്താക്കുന്നത് എന്ന് നാം ഓരോരുത്തരും ഓർക്കണം. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ മുടി വെട്ടാനൊരുങ്ങും, മീശ മുടിക്കാനൊരുങ്ങുമ്പോഴൊക്കെ അള്ളാഹുവിനെ തഖ്വ ചെയ്ത നമുക്ക് അള്ളാഹുവിൻ്റെ റസൂൽ അതിയായി വെറുത്തതും ജൂതനസാറാക്കൾ പഠിപ്പിച്ചതുമായ മുടി പകുതി വടിച്ച് നാമും നമ്മുടെ മക്കളും വടിച്ചു മാറ്റി കണ്ടാൽ തന്നെ അറപ്പ് തോന്നുന്ന, വെറുപ്പ് തോന്നുന്ന, ഒരു മാനസിക ആരോഗ്യമുള്ള ഒരു മനുഷ്യനും കണ്ടാൽ കാർക്കിച്ചു തുപ്പാൻ തോന്നുന്ന രൂപത്തിൽ മുടി വെട്ടി. അതുപോലെ തന്നെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുരുസുന്നത്തിന് വിരുദ്ധമായി നമ്മുടെ വായിലേക്ക് പോലും ചാടിക്കിടക്കുന്ന മീശയും നിർമ്മിച്ച് നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ ദീനിനെ, ആത്മീയതയെ, ആഖിറത്തെക്കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്ന് നാം മതിമറന്ന് കേവല ഭൗതികതയുടെ ആരോ കാട്ടിത്തന്ന വളരെ അരാജകമായ ഒരു സംസ്കാരത്തിൻ്റെ, ജൂതനസാറാക്കളുടെ സംസ്കാരത്തെ പുണരാനാണ് ഈ റമദാൻ ആഘോഷത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമായി നാം വ്യഗ്രത കാണിക്കുന്നതെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഓർത്തോളൂ, നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു റമദാൻ. അവിടെ അവസാനിക്കുന്നു റമദാൻ. ഇതൊന്നും പിന്നെ നമ്മളിൽ ബാക്കിയുണ്ടാവുകയില്ല. അതുകൊണ്ട് പരിശുദ്ധ റമദാനോട് നാം ഒരു വാക്ക് കൊടുക്കണം. പ്രിയ റമദാൻ, നീ പോയാലും ഞങ്ങൾ നോമ്പ് നിർത്തില്ല എന്ന്. ഷവ്വാലിൽ ഞങ്ങൾ വീണ്ടും നോമ്പ് തുടങ്ങുമെന്ന്. അതുപോലെ തന്നെ ആഴ്ച മാസ നോമ്പുകൾ പിടിച്ചുകൊണ്ട് നിൻ്റെ ഓർമ്മകൾ ഞങ്ങളിൽ നിലനിർത്തുമെന്ന്. ഖുർആനെ കൈവിടാതെ നിത്യമോദി ഖത്തം പൂർത്തിയാക്കിയ ഞങ്ങൾ രാവിലകളിൽ ഓരോ ജുസ് ഖുർആൻ ഓതുമില്ലെങ്കിൽ കുറഞ്ഞത് ചില താളുകളെങ്കിലും ഓതി ഖുർആനോടുള്ള ബന്ധം ഞങ്ങൾ മുറിക്കാതെ കാക്കുമെന്ന് റമദാന് നമ്മൾ വാക്ക് കൊടുക്കേണ്ടുന്ന സമയമാണ്. അത്രയെങ്കിലും നമുക്ക് സാധ്യമായെങ്കിൽ റമദാൻ നേടിത്തന്ന ബന്ധത്തിൻ്റെ ലിങ്ക് മുറിയാതെ നോക്കിയാൽ മതി. അത്രയും വേണ്ട, 30 ദിവസം ഇനി നോമ്പ് വേണ്ട. റമദാനിലോതി അത്രയും ഖുർആൻ ഓതിക്കൊള്ളണമെന്നില്ല. തറാവി നിസ്കരിച്ചതുപോലെ ഒത്തിരി സുന്നത്ത് നിസ്കരിക്കണമെന്നില്ല. പക്ഷേ സുന്നത്ത് നിസ്കാരത്തിൻ്റെ, ദിക്ർ, തസ്ബീഹുകളുടെ, ഔറാദുകളുടെ, പള്ളിയിൽ കഴിഞ്ഞുകൂടിയപ്പോൾ അനുഭവിച്ച ആനന്ദത്തിൻ്റെ പള്ളികൾ അടയുന്നില്ല റമദാൻ. നീ ഞങ്ങൾക്ക് വേണ്ടി തുറന്നിട്ട 24 മണിക്കൂർ ഭേദമില്ലാതെ തുറന്നിട്ട് തന്ന ഈ വിശുദ്ധിയുടെ ഗേഹങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ അടയുന്നില്ല. അത് വിശ്വാസികളെ മാടി വിളിച്ചുകൊണ്ട് ഇനിയും ഇവിടെ എപ്പോഴുമുണ്ട്, അവിടെ ഞങ്ങളുമുണ്ട്. ദുആയ്ക്ക് ഉത്തരം നൽകാൻ നിന്നെ അയച്ച നിന്റെ നാഥൻ ഇപ്പോഴും ജീവനോടെയുണ്ട്. അവനോട് ഞങ്ങൾ ദുആയുടെ ബന്ധം അവസാനിപ്പിക്കുകയില്ല പ്രിയപ്പെട്ട മാസമേ എന്ന് പരിശുദ്ധ റമദാൻ ഉറപ്പ് കൊടുക്കേണ്ടുന്ന സമയങ്ങളിലാണ് നമ്മൾ. അത്രയുമെങ്കിലും നമുക്കാകുമോ? എങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ രക്ഷപ്പെട്ടു. അടുത്ത റമദാൻ വരെ നമുക്ക് ഈ നന്മ നിലനിർത്താൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മാസം യാത്രയാവുകയാണ്. പക്ഷെ നമുക്ക് നേടിത്തന്ന നന്മകളെക്കുറിച്ചുള്ള ഓർമ്മകൾ വേണം. നമുക്ക് നോമ്പിൻ്റെ നന്മകൾ ഇനിയും വേണം. നോമ്പ് റമദാനോട് വിട പറഞ്ഞതുകൊണ്ട് അത് ഇല്ലാതാവുന്നില്ല. ഷവ്വാലിൽ തുടങ്ങണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ആരെങ്കിലും ഷവ്വാലിൻ്റെ നോമ്പിനെക്കുറിച്ച് റസൂലുള്ളാഹി മൻ സാമ റമദാന, ആര് റമദാനിൽ നോമ്പ് വെച്ചോ, വ അത്ബഅഹു സിത്തം മിൻ ഷവ്വാൽ, 6 നോമ്പുകളെ അതിനോട് ചേർത്ത് വെച്ചോ, കാന കസിയാമി ദഹർ, കാലം മുഴുവൻ നോമ്പ് വെച്ചതിൻ്റെ ഗുണം അവന് കിട്ടിക്കൊണ്ടിരിക്കും. നോക്കൂ, റമദാൻ കഴിഞ്ഞു, വിട പറഞ്ഞു, റമദാൻ്റെ ഓർമ്മകളെ ഇനി കടന്നു വരരുതെന്ന് ആഗ്രഹിക്കുകയാണ് നമ്മൾ. അവിടെയാണ് ഷവ്വാലിൽ 6 നോമ്പിലേക്ക് നാം മടങ്ങുമ്പോൾ റമദാൻ്റെ ലിങ്ക് പൊട്ടാതെ നാം കാത്തു സൂക്ഷിക്കുമ്പോൾ മുഴുവൻ ആ വർഷം മുഴുവനും റമദാൻ കിട്ടിയ ഗുണം അവന് കിട്ടുമെന്ന് റസൂലുള്ളാഹി. അതുകൊണ്ട് ഷവ്വാൽ വിട പറയുന്നതിന് മുമ്പേ 6 നോമ്പ് കൂടി പിടിച്ചുകൊണ്ട് റമദാൻ്റെ ഓർമ്മകളെ നിലനിർത്തണം എന്ന് മാത്രമല്ല, 30 + 6 365, അൽ ഹസനത്ത് ബി അശ്രി അംസാരിഹ, 10 ഇരട്ടിയാണ് നന്മയെന്ന് കണക്കാക്കുമ്പോൾ 360 ദിവസവും നോമ്പ് പിടിച്ച പോലെയാണ്. ആ ഷവ്വാൽ നോമ്പിനോട് ഞങ്ങൾ വിട പറഞ്ഞിട്ടില്ല പ്രിയപ്പെട്ട റമദാൻ, ഞങ്ങൾ ഇനിയും നിന്നോടൊപ്പമുണ്ട് എന്ന് നാം റമദാൻ്റെ മുമ്പിൽ വ്യക്തമാക്കേണ്ട സമയമാണ്. ഇങ്ങനെയെല്ലാം നാം പ്രതിജ്ഞകൾ പുതുക്കിക്കൊണ്ട് റമദാനോട് യാത്ര പറയാൻ ശ്രമിക്കണം.
അതുപോലെ തന്നെ ഫിത്ർ സക്കാത്ത് കൊണ്ട് റമദാനിൽ നാം വിശാലമായി തുറന്നിട്ട ഉദാരതയുടെ റഹ്മത്തിൻ്റെ മാനസിക കവാടങ്ങളെ അടച്ചിട്ടില്ല എന്ന് തെളിയിച്ചുകൊണ്ട് ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ഷഹ്റു റമദാന മുഅല്ലഖും ബൈന സമാഇ വൽ അർള്, ആകാശത്തിനും ഭൂമികൾക്കുമിടയിൽ റമദാൻ തങ്ങി നിൽക്കും. ഇത് ഉയരങ്ങളിലെത്തണം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പലപ്പോഴും, ഒരു സുബ്ഹാനല്ലാഹയുടെ ടച്ച്, ആ സുബ്ഹാനല്ലാഹയുടെ വേവ് ലെങ്ത്, അത് യഥാർത്ഥത്തിൽ സ്വർഗമാണ്. നമുക്കിന്നറിയാം വാക്കുകൾ ഇവിടെ ഒടുങ്ങുന്നില്ല. അമേരിക്കയിലും ആകാശസീമകളിലും കയറിപ്പോകുന്ന വാക്കുകളാണെന്ന് പുതിയ ടെക്നോളജി നമ്മളോട് വിളിച്ചു പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് എന്നേ പറഞ്ഞു, നിൻ്റെ സുബ്ഹാനല്ലാഹ് സ്വർഗതലങ്ങളെ സ്പർശിച്ചുകൊണ്ട് അവിടെ അത് പടരും, അതൊരു വടവൃക്ഷമായി ചില്ല പടർത്തും ഉദ്യാന നിറവായി ഭംഗിയായി പരിണമിക്കുമെന്ന് പറഞ്ഞ അക്ഷരക്കൂട്ടുകൾ ആകാശത്തേക്ക് ഉയരുകയാണ് നമ്മുടെ അമലുകളായി. ഇലൈഹി യസ്അദുൽ കലിമു തയ്യിബ്, നല്ല വാക്കുകൾ താനേ ഉയരുകയും വൽ അമലു സാലിഹു യർഫഉ, സുകൃതങ്ങൾ അതിനെ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്ന, ഉയർത്തിക്കൊണ്ടുപോവുകയും ചെയ്യുന്ന അത്ഭുതമരങ്ങേറുന്ന ഒരു ലോകത്തിരുന്നു കൊണ്ട്, ഈ മണ്ണിലിരുന്നു കൊണ്ട് വിണ്ണുമായി ബന്ധം സ്ഥാപിച്ച ഈ നല്ല മുഹൂർത്തങ്ങളിൽ നാം ചെയ്ത സുകൃതങ്ങളെ പക്ഷേ ആകാശസീമകളിൽ കെട്ടിക്കിടക്കാതെ അതിനെ ഉയർത്തിക്കൊണ്ടുപോകുന്നത് സദഖത്തുൽ ഫിത്റിൻ്റെ അമലു സാലിഹാണ്, ആ സുകൃതമാണ്. അതുകൊണ്ട് 1 ലിറ്റർ കിലോയിൽ കണക്കാക്കിയാൽ 2.5 കിലോ എന്ന് നാം കണക്കാക്കുന്ന ആ അരിയുടെ വില 150 രൂപയെന്ന് നാം നിശ്ചയിച്ചത് നമ്മുടെ ജമാഅത്തിൻ്റെ ഓഫീസിൽ ഏൽപ്പിച്ച് നമ്മൾ ഓരോരുത്തരും ഈ മഹത്തായ പ്രക്രിയയോട് ആത്മാർത്ഥമായി സഹകരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖുനൂഹും മൻ തവാഫി ഹാദൽ യൗം, ഈ സാധു ജനങ്ങളെ അന്നത്തെ ദിവസം അവരുടെ അന്നത്തിന് വേണ്ടി അങ്ങുമിങ്ങും ഓടി നടക്കേണ്ട ദുര്യോഗത്തിൽ നിന്ന് നിങ്ങൾ സദഖത്തുൽ ഫിത്ർ കൊണ്ട് മോചനം നൽകുക. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീൻ അത്ഭുതമാണ്. അതെന്ത് പറയുന്നോ അത് നടപ്പാക്കാൻ ശേഷിയുള്ളതാണ്. അതായത് 2 ദിവസം ലോകമേ ആഘോഷിക്കണമെന്ന് അള്ളാഹു പറഞ്ഞാൽ ആഘോഷത്തിൻ്റെ ഏർപ്പാടും അള്ളാഹു ചെയ്യും. ഫിത്ർ സക്കാത്ത് കൊണ്ട് തീ പുകയാത്ത ഒരു വീടുമില്ല എന്ന് അള്ളാഹു ഉറപ്പാക്കിയിട്ടുണ്ട്. ലോകത്തൊരു ശക്തിക്കും ഒരു സംഘടനയ്ക്കും ഒരു മതത്തിനും ഇന്ന് വരെ ഒരു ദിവസം സ്വന്തം ജനത മുഴുവൻ സുഭിക്ഷതയിലാണെന്ന് ഉറപ്പുവരുത്താൻ ഇന്നോളം കഴിഞ്ഞിട്ടില്ല, നാളെയും കഴിയുകയില്ല. ബലിപെരുന്നാളിൻ്റെ ദിവസത്തിൽ ആഘോഷം പ്രഖ്യാപിച്ച അള്ളാഹ് പുണ്യമേറ്റവും രുചികരവും സന്തോഷകരവുമായ മാംസഭക്ഷണം തന്നെ മുഴുവൻ മുസ്ലിം വീടുകളിലും എത്തിച്ചുകൊണ്ട് അന്നവൻ്റെ ദിവസത്തെ സുന്ദരമായി പെരുന്നാളാക്കി മാറ്റുന്ന ആഘോഷം 365 ദിവസത്തിൽ 363 ദിവസമേ ദാരിദ്ര്യം അനുഭവിക്കുന്നവന് ഇസ്ലാമിൽ ദാരിദ്ര്യമുള്ളൂ. 2 ദിവസം പെരുന്നാളാണ്, സുഭിക്ഷതയാണ്. അത് ഉറപ്പാക്കിയിട്ടുണ്ട് ഇസ്ലാം. അള്ളാഹുവിൻ്റെ ദീനത, അള്ളാഹുവിൻ്റെ ദീനത. ഇന്നും ഒരു ലോക അധികാര കേന്ദ്രവും നമുക്കില്ല, ഒരു രാഷ്ട്രശക്തിയും നമുക്കില്ല. എന്നിട്ടും നമ്മുടെ മുഴുവൻ ആളുകളും 2 ദിവസം കൃത്യമായി വയറ് നിറച്ച് സുഭിക്ഷമായി ഭക്ഷണം കഴിക്കും എന്ന് നമുക്ക് ഉറപ്പ് പറയാം. ലോകത്തൊരു ശക്തിക്കും പറയാൻ കഴിയില്ല അത് ഇന്നല്ല, എന്നേ തുടങ്ങിയതും എന്നും നിലനിൽക്കുന്നതുമാണ്. അത് നമ്മളിലൂടെ അള്ളാഹു യാഥാർത്ഥ്യമാക്കുന്നതാണ്. അവിടെയാണ് നമ്മുടെ വിജയം. അതുകൊണ്ട് എല്ലാവരും സദഖത്തുൽ ഫിത്റിനെ, അലാ ഇന്ന സക്കാത്തുൽ ഫിത്രി വാജിബത്തുൻ അലാ കുല്ലി മുസ്ലിം, ഓരോ മുസ്ലിമിനും സദഖത്തുൽ ഫിത്ർ വാജിബാണ്. ദക്കറിൻ വ ഉൻസ, ആണിനും പെണ്ണിനും, ഹുർരിൻ വ അബ്ദ്, അടിമയ്ക്കും ഉടമയ്ക്കും, വ സഗീരിൻ വ കബീർ, വലിയവനും ചെറിയവനും കുഞ്ഞിനും വലിയ ആളുകൾക്കുമൊക്കെ എല്ലാവർക്കും. പാവപ്പെട്ടവന് പോലും അന്നത്തെ ചെലവ് കഴിച്ച് മിച്ചമുണ്ടെങ്കിൽ സദഖത്തുൽ ഫിത്ർ കൊടുക്കണം. അവന് വാങ്ങണമെങ്കിൽ വാങ്ങുകയുമാവാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മറ്റുള്ളവരെ സമ്പന്നരാക്കും, ഒരുപക്ഷെ നിങ്ങൾ അതിലേറെ സദഖത്തുൽ ഫിത്ർ കൊണ്ട് നിങ്ങളും സമ്പന്നരാകുമെന്ന് പാവപ്പെട്ടവരോട് അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്. അതെ, അങ്ങനെയുള്ള ഒരത്ഭുതമാണ് സദഖത്തുൽ ഫിത്ർ. എല്ലാവരും അത് നന്നായി ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത പരമദരിദ്രരല്ലാതെ ആരും ഒഴിവാകാത്ത സദഖത്തുൽ ഫിത്റിൽ എല്ലാവരും ഭാഗം ചേരണം. അതുപോലെ ഫമൻ അദ്ദാഹ ഖബല സ്വലാത്തി ഫഹുവ മഖബൂല, നിസ്കാരത്തിന് മുമ്പേ അത് കൊടുത്ത് തീർത്തിട്ടുണ്ടെങ്കിലേ അത് സദഖത്തുൽ ഫിത്റാകൂ, അല്ലെങ്കിൽ സദഖത്തുൽ ഫിത്ർ അല്ല, വെറും സദഖയാണ്. അതുകൊണ്ട് നിസ്കാരത്തിന് മുമ്പേ അത് ഏറ്റെടുത്തവരും അത് കൊടുത്ത് തീർത്തിട്ടുണ്ടാകണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. അത് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അനുവദിക്കപ്പെടുന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞാൽ പിന്നെ ഹറാമായി, സദഖത്തുൽ ഫിത്റിൻ്റെ പ്രയോജനവും നഷ്ടപ്പെട്ടു. അതുകൊണ്ട് നേരത്തെ കൊടുക്കണം.
മന്നദ്ദാഹ ബഅദസ്സലാ, നിസ്കാരത്തിന് ശേഷം കൊടുത്താൽ ഫഹിയ സദഖ, അത് സദഖയാണ്. സദഖത്തുൽ ഫിത്തർ അല്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സദഖത്തുൽ ഫിത്തറിനെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ രാവ് വിട പറയുമ്പോൾ ലൈലത്തുൽ ഖദർ വന്നു, ഇന്നലെ ആയിരുന്നു എന്ന പ്രതീക്ഷയിൽ പള്ളി നിറഞ്ഞു നിന്നു. നാം ഇബാദത്തുമായി എല്ലാ പള്ളികളും നിറഞ്ഞു കവിഞ്ഞു. അല്ലാഹുവേ എന്ന നിലവിളികളുമായി മോക്ഷം, മാനസികമായ സംസ്കരണം പൂർത്തിയാകണമെന്ന ആത്മാർത്ഥമായ വ്യഗ്രതയിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പള്ളികളിൽ കഴിഞ്ഞുകൂടി. പക്ഷേ അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായി, നല്ലറല്ലാഹു ഇലൈഹിം ഫി ഹാദിഹിൽ ലൈല, ഈ രാവിലെ അള്ളാഹു എല്ലാവരുടെയും നേരെ ഒരു നോട്ടം പായിച്ചിട്ടുണ്ട്, ഒരു കടാക്ഷം, ഒരു ദൃഷ്ടി അള്ളാഹു പായിച്ചിട്ടുണ്ട്. ഒരു കടാക്ഷം മതി അള്ളാഹുവിൻ്റെത്. ഫഅഫാൻഹും, അങ്ങനെ അവരോട് അള്ളാഹു പുറത്തു, വഗഫറ ലഹും, മാപ്പ് ചെയ്തു. ഇല്ലാ അർബഅത്തൻ, നാലാൾക്കൊഴികെ. ഫഖുൽന യാ റസൂലല്ലാഹ്, അവരാരാണ് നബിയെ? ഫഖാല റജുലുൻ മുദ്മിനു ഖംർ, നിത്യമദ്യപാനി, അവനോട് അള്ളാഹു ലൈലത്തുൽ ഖദറിലും പുറത്തിട്ടില്ല. അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ. എന്തിനീ ജീവിതം? ഈ മദ്യത്തിൻ്റെയും ലഹരിയുടെയും മയക്കുമരുന്നിൻ്റെയും അടിമയായി മാറിയവരൊക്കെ ലൈലത്തുൽ ഖദറിലും പൊറുക്കപ്പെടാതെ പുണ്യ റമദാനിൽ പോലും ഇതിൽ നിന്ന് വിട പറയാൻ കഴിയാതെ പോയവരും അവരുടെ തലമുറയുമാണ് പലപ്പോഴും. അതുകൊണ്ട് ദുരന്തമാണ് ഇന്ന് നാം ഏറ്റുവാങ്ങുന്ന ലഹരിയുടെ ദുരന്തമാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ലോകത്തിൻ്റെതെങ്കിൽ അത് ഉപയോഗിക്കുന്നവന് മാപ്പില്ല. അവനും അവൻ്റെ തലമുറയും ദുരന്തം ഏറ്റുവാങ്ങാൻ വേണ്ടി ഇനിയുള്ള നാളുകൾ കാത്തിരിപ്പാണ്. അള്ളാഹു കാക്കുമാറാകട്ടെ. പൊറുക്കാത്ത 4 കൂട്ടരെ വീണ്ടും പറഞ്ഞത്, വാക്കുൻ വാലിദൈഹി, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചെപ്പോഴും കഴിയുന്നവൻ. ലൈലത്തുൽ ഖദറിൽ കണ്ണ് പൂട്ടാതെ ഇബാദത്ത് ചെയ്തവനും വാപ്പയോട് ഉമ്മയോട് ഏതെങ്കിലും തരത്തിൽ വെറുപ്പ് മനസ്സിൽ സൂക്ഷിച്ചിട്ടാണെങ്കിൽ വേണ്ട, അവൻ്റെ ഉറക്കമെല്ലാം പാഴ്, അവൻ്റെ ആരാധനകളും വേഗം പൊരുത്തമാവുക. നിമിഷങ്ങൾ ഇനിയും ബാക്കിയാണ്. വഖാത്തി ഉറഹമിൻ, കുടുംബബന്ധം മുറിച്ചവൻ, ഏതെങ്കിലും കുടുംബബന്ധത്തിൽ ഒരാളോട് വെറുപ്പ് വിരോധം വെച്ച് പുലർത്തിയിട്ടുണ്ടെങ്കിൽ അവനോടും അല്ല പുറത്തിട്ടേയില്ല. ഓ മുഷാഹിനിൻ, മറ്റുള്ള പൊതുസമൂഹത്തോട് വൈരാഗ്യ ബുദ്ധിയോടെ കഴിഞ്ഞവർ. ഒന്ന് കള്ളുകുടിയനെയാ പറഞ്ഞത്, ബാക്കി 3 കാര്യവും മനസ്സിൽ വെറുപ്പുള്ള ഒറ്റ കാരണമാണ്. മനസ്സിൻ്റെ വെറുപ്പിനെ അതിജീവിക്കലാണ് റമദാനിൻ്റെ ഏറ്റവും വലിയ സംസ്കരണം. അവിടെയാണ് റമദാനിൽ നാം വിജയിച്ചു എന്ന നമ്മുടെ ആകെയുള്ള ഗ്യാരണ്ടി എന്നെൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഓർക്കണം. 1 മാതാപിതാക്കളോട്, 2 കൂട്ടുകുടുംബാദികളോട്, 3 പൊതുജനത്തോട്. വെറുപ്പുള്ള ഒരുത്തനോടും അല്ല പൊറുക്കില്ല. വെറുപ്പ് ഇത്രയും അള്ളാഹുവിന് വെറുപ്പ് മറ്റൊന്നിനോടുമില്ല. അതുകൊണ്ട് ആരോടും വെറുപ്പില്ലാത്ത, തുറന്നു പിടിച്ച അശുദ്ധമായ ഒരു മനസ്സ് രൂപപ്പെടുത്തിയിട്ടുണ്ട് ഈ റമദാൻ എന്ന് ഉറപ്പാക്കിക്കൊണ്ട് ഈ റമദാനെ യാത്രയാക്കാൻ നമുക്ക് കഴിയണമെന്നാണ് ഈ ഹദീസ് നമ്മോട് പഠിപ്പിക്കുന്നത്. അതില്ലെങ്കിൽ ഇത് ഒരുപാട് വട്ടം ആവർത്തിക്കപ്പെട്ടതാണ്. ലൈലത്തുൽ ഖദറിലും റമദാൻ്റെ ഒടുവിലത്തെ പെരുന്നാൾ രാവിലുമൊക്കെ പൊറുക്കൽ കൊണ്ട്, മാപ്പ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് പ്രളയം തീർക്കുമ്പോൾ ഇപ്പറഞ്ഞ 4 കൂട്ടർക്കും പൊറുക്കലില്ലെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ 4ലും നമ്മൾ ഉണ്ടായിട്ടില്ല, ഈ 4ലും നമ്മളില്ല. വെറുപ്പേ എൻ്റെ മനസ്സിലില്ല എന്ന് ഉറപ്പുവരുത്തിയാൽ ഒരുപക്ഷെ അത് മതി, അതുമാത്രം മതി എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഈ പുണ്യമാസത്തെ രാജോചിതമായി യാത്രയാക്കാനുള്ള മഹാഭാഗ്യം നൽകുമാറാകട്ടെ. ഈ പരിശുദ്ധ മാസം നമുക്ക് നേടിത്തന്ന നിറഞ്ഞ വിശുദ്ധി, ആത്മസംസ്കരണം, അതിലൂടെ നമ്മൾ അനുഭവിച്ച മാനസിക ആനന്ദം, അത് ഇന്ദ്രിയ സുഖം കൊണ്ട് ലഭ്യമാകുന്നതല്ല, അത് താൽക്കാലികമാണ്. ഇത് സ്ഥായി ഭാവമുള്ളതാണ്. അള്ളാഹു ഇത് നിലനിർത്തി സ്വർഗത്തിൽ മനസ്സിൻ്റെ സംസ്കരണം നേടിയവർക്ക് വേണ്ടി ഒരുക്കി വയ്ക്കപ്പെട്ട സ്വർഗത്തിൽ അല്ലലേതുമറിയാതെ, അലട്ടലില്ലാതെ, അരുതാത്ത വാക്കുകൾ കേൾക്കാതെ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീമിൻ്റെ വിശാല സാമ്രാജ്യത്തിൽ പാർക്കാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയ നല്ല നാളുകളെ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ യാത്രയാക്കാം. അള്ളാഹു പരിശുദ്ധമായ ഈ മാസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളിലും നമ്മളെ പങ്കാളികളാക്കുമാറാകട്ടെ എന്ന ദുആയോടെ